പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. ഉളിയന്നൂർ മൂത്താശാരി ഉമ്മറത്തിരുന്ന് നാലും കൂട്ടി മുറുക്കുകയായിരുന്നു. അയൽക്കാരനായ വേലുവാശാൻ അപ്പോഴാണ് അങ്ങോട്ട് വന്നത്. ആശാന്റെ കയ്യിൽ ഒരു ചോരക്കുഞ്ഞ്. കുഞ്ഞ് ഉറക്കം നിലവിളിക്കുന്നുണ്ടായിരുന്നു. എന്താ വേലു? പരിഭ്രമത്തോടെ മൂത്താശാരി ചോദിച്ചു. എന്താ അന്ന് കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇതൊരു മനുഷ്യക്കുട്ടിയാണ്. നല്ല ലക്ഷണമൊത്തൊരാൺകുട്ടി. ഇതിനെ എവിടുന്ന് കിട്ടി? കുട്ടിയുടെ തന്തേം തള്ളയും എവിടെ പോയി? കിട്ടിയത് വഴിയമ്പലത്തിൽ നിന്നാണ്. തന്തേം തള്ളയും ആരാണെന്ന് എനിക്കറിഞ്ഞൂടാ. പെറ്റിട്ട് അധിക നേരം ആയില്ല എന്നാ തോന്നണത്. മൂത്താശാരിക്ക് മക്കളില്ലല്ലോ. വേണമെങ്കിൽ എടുത്ത് വളർത്തിക്കോളി, വേണ്ടെങ്കിൽ തോട്ടിലേക്ക് എറിഞ്ഞോളി. ഈ വയസ്സുകാലത്ത് എന്നെക്കൊണ്ടൊന്നിനും വയ്യ, വേലുവാശാൻ പറഞ്ഞു. തോട്ടിലേക്ക് എറിയേ? ശിവ ശിവ, അതൊന്നും വേണ്ട വേലു. ഞങ്ങൾ വളർത്തിക്കോളാം ഇവനെ. ഇവനെ ഞാൻ മലയാളക്കരയിലെ ഏറ്റവും മിടുക്കനായ ആശാരിയാക്കും. ആ കുട്ടി അവിടെ വളർന്നു. മൂത്താശാരിക്കും ഭാര്യയ്ക്കും അവനെ പ്രാണനായിരുന്നു. അയാൾ അവനെ അക്കുത്തിക്കുത്താന പെരുക്കുത്തി അച്ചാട്ടമ്മയുടെ കഴുത്തിൽ കുത്തി എന്ന കളി പഠിപ്പിച്ചു. എന്തും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള അവൻ്റെ കഴിവ് മൂത്താശാരിയെ അത്ഭുതപ്പെടുത്തി. അയാൾ ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ മോൻ വലിയ തച്ചനാകും. ലോകം മുഴുവൻ അവൻ അറിയപ്പെടും. ആ അമ്മ കുഞ്ഞിൻ്റെ നെറുകയിലും കവിളത്തും തുരുതുരെ ഉമ്മ വച്ചു. പഞ്ചമിയുടെ അടുത്ത പ്രസവം ഒരു കുളപ്പുരയിൽ വച്ചാണ് നടന്നത്. വരരുചി ചോദിച്ചു, കുഞ്ഞിന് വായില്ലേ? ഒരു നിമിഷം നിശബ്ദത. കുഞ്ഞിന് വായില്ലേ എന്നാണ് ചോദിച്ചത്. ഉണ്ട്. എങ്കിൽ വേഗം എഴുന്നേറ്റ് വരൂ, കുഞ്ഞവിടെ കിടക്കട്ടെ. അങ്ങനെ വള്ളോൻ എന്ന സന്തതി ജനിച്ചു. പറയിപെറ്റ പന്തിരുകുലത്തിലെ 4ാമത്തെ പ്രജ. ഒരു ദിവസം പഞ്ചമി പറഞ്ഞു, എനിക്കിനി പ്രസവിക്കണ്ട. വേണം പഞ്ചമി, 8 പ്രാവശ്യം കൂടി നീ പ്രസവിച്ചേ തീരൂ. ഇതെന്തൊരു പരീക്ഷണം! പഞ്ചമി കരഞ്ഞു. ശരിയാണ്, ഇതൊരു പരീക്ഷണമാണ്. വിജയിച്ചേ പറ്റൂ. അപ്പോ ഇതൊരു വിജയമാണല്ലേ? പുച്ഛഭാവം കലർന്ന സ്വരത്തിൽ പഞ്ചമി ചോദിച്ചു. അങ്ങനെ ചോദിച്ചതിൽ അവൾക്ക് ദുഃഖം തോന്നി. ഭർത്താവിനെ പുച്ഛിക്കാൻ പാടില്ല, വിമർശിക്കാൻ പാടില്ല. അനുസരിക്കാൻ മാത്രം പിറന്നവളാണ് ഇവൾ. അവൾ അബലയാണ്, അബല. അടുത്ത കുഞ്ഞിൻ്റെ ഊഴം വന്നു. കുഞ്ഞിന് വായില്ലേ? ഉവ്വ്, അവൻ കരയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഇവനെ പഞ്ചമി എഴുന്നേറ്റ് എൻ്റെ കൂടെ വരൂ. അവനത്രേ നാറാണത്ത് ഭ്രാന്തൻ. 5ാമത്തെ സന്താനം. വീണ്ടും പ്രസവം, ജനനം. ഉപ്പുകൂറ്റൻ ജനിച്ചു, വടുതല നായർ ജനിച്ചു, പാണനാർ ജനിച്ചു, അകവൂർ ചാത്തൻ ജനിച്ചു. 10 സന്താനങ്ങൾ പിറന്നു കഴിഞ്ഞു. എല്ലാവരും ഓരോ ദിക്കിൽ വളർന്നുകൊണ്ടിരുന്നു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.